എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷൻ ചാനലും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ ദർശനം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലാണ് ഇന്നുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വേനൽക്കാലത്ത് കുട്ടികളിലെ പരിചരണം. ഇപ്പോൾ ചെറിയ കുട്ടികളിൽ വേനൽക്കാലത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് വരാവുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, ഏത് രീതിയിൽ അവയൊക്കെ നമുക്ക് അതിജീവിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കോകിൽ വൈ ദാസ്, കൺസൾട്ടൻറ്റ് പീഡിയാട്രിക്സ് ആൻഡ് നിയോ നാറ്റോളജിസ്റ്റ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടറെ ഈ ഒരു എപ്പിസോഡിലേക്ക്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് കുട്ടികളിലെ വേനൽക്കാലത്ത് കുട്ടികളിലെ പരിചരണം എന്നതാണല്ലോ വിഷയം, അല്ലേ? ഈ കുട്ടികളിൽ വേനൽക്കാലത്ത് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ശരിക്കും എന്തൊക്കെയാണ്? കുട്ടികൾ അതെങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യത? അതെ, വേനൽക്കാലം എന്ന് പറയുന്ന സമയത്ത് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ടൈം ഓഫ് ദ ഇയർ അല്ലേ. വെക്കേഷനാണ്, ധാരാളം അവർക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ കളിക്കുക, പുറത്തുപോയി ക്രിക്കറ്റ് കളിക്കുക, ധാരാളം യാത്രകൾ, വയനാട് പോലത്തെ ജില്ലയാകുമ്പോൾ റിസോർട്ട് സ്റ്റേ, അതുപോലെ ഏറ്റവും നല്ലൊരു സമയമാണ്. പക്ഷേ ഏതൊരു കോയിന് ഒരു മറുവശമുള്ള പോലെ തന്നെ ആ വേനൽക്കാലത്ത് കുറേ ബുദ്ധിമുട്ടുകളും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടും ഉണ്ട് കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചൂട്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വയനാട് പോലെയുള്ള ജില്ലയിൽ തന്നെ ഇത്രത്തോളം 33-34 ഡിഗ്രി 36 വരെയൊക്കെ താപനില വരുന്ന ഒരു സിറ്റുവേഷനിൽ കുട്ടികളിൽ ഡീഹൈഡ്രേഷൻ, അതായത് ശരീരത്തിൽ ജലാംശം കുറയുന്ന ഒരു പ്രശ്നം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അവർ പുറത്ത് പോയി കളിക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ് അല്ലേ. നമ്മളുടെ വെയിൽ അത് ഏറ്റവും കൂടി നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 3 മണി വരെ, പ്രത്യേകിച്ച് 1 മണി മുതൽ ഒരു 3 മണി വരെ ഉച്ചയ്ക്കുള്ള സമയത്തൊക്കെ അവർ പുറത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ ശരീരത്തിലുള്ള ജലാംശം വല്ലാതെ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, ഈ കളീൻ്റെ നടുവിൽ അവർ പലപ്പോഴും വെള്ളം കുടിക്കാൻ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട്. ഇങ്ങനത്തെ കുട്ടികളുടെ ഡീഹൈഡ്രേഷൻ ഉള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്ന സമയത്ത് തുടക്കത്തിൽ അവർക്കൊരു ദാഹം കൂടുതൽ, ഭയങ്കര തേഴ്സ്റ്റി ആയിരിക്കും അവർ. പിന്നെ ഡീഹൈഡ്രേഷൻ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള, മൂത്രത്തിൻ്റെ അളവ് കുറയുക, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ ഭയങ്കര മഞ്ഞ നിറം വരിക. പിന്നെ അവസാനത്തെ സ്റ്റേജിലൊക്കെ ആകുന്ന സമയത്ത് എന്താ പറയുക, ഭയങ്കരമായിട്ട് അവർ അബോധാവസ്ഥയിലേക്കൊക്കെ പോകുന്ന അവസ്ഥയിൽ വരെ അപസ്മാരം പോലത്തെ ബുദ്ധിമുട്ടുകൾ പോലെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഡീഹൈഡ്രേഷൻ അഥവാ ഹീറ്റ് സ്ട്രോക്ക് പോലത്തെ സിറ്റുവേഷൻ വരുമ്പോഴൊക്കെയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം കൃത്യസമയത്ത് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫ്രൂട്ട് ജ്യൂസസ് ആവാം, അല്ലെങ്കിൽ ജലാംശം കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ്, സീസണൽ ഫ്രൂട്ട്സ് ആവാം, ജലാംശം കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളം, ഇളനീര് വെള്ളം, മോര് വെള്ളം, കഞ്ഞിവെള്ളം, വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ശരീരത്തിൽ നല്ല രീതിയിൽ ജലത്തിൻ്റെ അളവ് ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. കുട്ടികളാകുമ്പോൾ അവർ കളിക്കുന്ന സമയത്ത് ഈ വെള്ളം കുടിക്കാനൊക്കെ എപ്പോഴും മറന്നു പോകും, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാറില്ല അല്ലോ അല്ലേ? അതെ. അവരെ സംബന്ധിച്ച് ആ കളീൻ്റെ നടുവിൽ ഒരു ബ്രേക്ക് എടുത്ത് വന്ന് വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ അവർക്കത് താല്പര്യമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ താപനില കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യതകളും ഉണ്ട്. അതായത് ഡീഹൈഡ്രേഷൻ, ഫീവർ, പനി ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പനി വരാനുള്ള സാധ്യതയുണ്ട്. കുറേ നേരം നല്ല രീതിയിൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ആ 1 മണി മുതൽ 4 മണി വരെ ഉള്ള ടൈം പീരീഡിൽ വെയിൽ നന്നായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ തലവേദന, ഛർദിൽ, ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് സൺ എക്സ്പോഷർ പുറത്ത് പോയി കളിക്കണം, പക്ഷേ ആ ഒരു ഏറ്റവും മാക്സിമം ആയിട്ട് പുറത്ത് ചൂടുള്ള സമയത്ത് പുറത്തധികം പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഇങ്ങനെ കളിക്കാനൊക്കെ കുട്ടികൾ പോയി പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ തല കറങ്ങി വീഴുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ബോധരഹിതനായി വീഴുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് എന്ന് പറയുന്ന സമയത്ത്, അങ്ങനെ ഒരു തലകറങ്ങി വീഴുന്ന അവസ്ഥയിലാണെങ്കിൽ ആദ്യം കുട്ടീനെ സ്റ്റേബിൾ ആണോ എന്നുള്ള ആദ്യം ഒന്ന് ഉണർത്തി നോക്കുക. കുട്ടി സ്റ്റേബിൾ ആണോ എന്നുള്ളത് നോക്കുക. സ്റ്റേബിളല്ല, അപ്പോൾ ഉണരുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നേരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. അവിടെ വെച്ച് നമുക്ക് പ്രത്യേകിച്ച് അവിടെ വെച്ചിട്ട് കുട്ടീൻ്റെ ഒരു നമ്മൾ സെൻസോറിയം എന്നൊക്കെ പറയും, അത് കുട്ടി ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. സ്കിൻ ഇഷ്യൂസ് ആണ് കൂടുതലായിട്ട്. അപ്പോൾ ആ ഒരു ഡീഹൈഡ്രേഷൻ്റെ ടോപ്പിക് കഴിഞ്ഞാൽ സ്കിൻ ഇഷ്യൂസ്, വേറെ അസുഖങ്ങൾ എന്നുള്ള രീതി. അപ്പോൾ ഈ വേനൽക്കാലത്ത് വരാവുന്ന മറ്റ് അസുഖങ്ങൾ, ഇപ്പോൾ ഈ സ്കിൻ ഡിസീസ്
തൊലിപ്പുറത്ത് വരുന്ന രോഗങ്ങൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് സൂര്യാതപം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അത് കുട്ടികളിലേക്ക് ഏറ്റിട്ട് ഒരു കുട്ടി ഈ അടുത്ത് റീൽസൊക്കെ ചെയ്ത് ശ്രദ്ധേയമായതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടോ മറ്റാണ് അത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്കിന്നിന് വരുന്ന പ്രോബ്ലംസ്. അതെ, ധാരാളം സ്കിൻ സംബന്ധമായിട്ടുള്ള തൊലി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഈ വേനൽക്കാലത്ത് ഉണ്ടാവും. കാരണം മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുമ്പോൾ നന്നായിട്ട് നമ്മൾ വേർക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ അതിന് ഹീറ്റ് റാഷ്, ചൂട് കൊണ്ടുണ്ടാകുന്ന റാഷ്, അതുപോലെ തന്നെ സ്വെറ്റ് റാഷ്, വേർപ്പ് കൊണ്ടുണ്ടാകുന്ന റാഷ്, അത് കുട്ടികളിൽ വളരെ കോമൺ ആണ്. ഇപ്പോൾ ന്യൂ ബോൺ നവജാത ശിശുവിലാണെങ്കിലും ഇങ്ങനത്തെ നമ്മൾ സാധാരണ പറയുക എന്താ, കുട്ടീനെ ആദ്യത്തെ 1 മാസം വളരെയധികം കുട്ടി തണുത്ത് പോകുന്ന ബുദ്ധിമുട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പാരൻസിനെ ഇത് ചെയ്യുന്ന, അവരോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തണുത്ത് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ കവർ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ കൊടുക്കുന്ന ഒരു അഡ്വൈസ് അല്ലേ. പക്ഷേ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ചൂടൊക്കെ ഉള്ള ഒരു താപനില കൂടി നിൽക്കുന്ന സിറ്റുവേഷനിൽ വളരെ മിനിമൽ ക്ലോത്തിങ്, കോട്ടൺ കൊണ്ടുണ്ടാക്കുന്ന മിനിമൽ ആയിട്ടുള്ള ഡ്രസ്സ്, അതിൻ്റെ മേലെ വളരെ തിന്നായിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ്, അത്രയും കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുട്ടികൾ കിടക്കുന്ന റൂമാണെങ്കിലും പലപ്പോഴും ഒരു കൺഫ്യൂഷൻ പാരൻസ് തിരിച്ചു വന്ന് ചോദിക്കുന്നത് ഫാൻ ഉപയോഗിക്കാൻ പറ്റുമോ, AC ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ഫാൻ ഉപയോഗിക്കാം, AC ഉപയോഗിക്കാം, പക്ഷേ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഫാൻ ഉപയോഗിക്കാം, കാരണം റൂം എപ്പോഴും കൂളാന്നുള്ളത് ഉറപ്പ് വരുത്തുക. കുട്ടിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ വേണം. റൂമിൻ്റെ ടെമ്പറേച്ചർ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. AC ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 24 മുതൽ 26 ഡിഗ്രി ആ ഒരു ടെമ്പറേച്ചറിൽ വേണം. അതിലും കൂടുതൽ അതെ, ആ ഒരു താപനില മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് AC ഉപയോഗിക്കാം. എങ്ങനെ വന്നാലും കുട്ടി മിനിമൽ ആയിട്ടുള്ള ക്ലോത്തിങ് മാത്രം മതി. ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്ലാങ്കറ്റ് അതിൻ്റെ മേലെ. പിന്നെ നമുക്ക് കുട്ടി തണുത്ത് പോകുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് തൊട്ട് നോക്കാം, കയ്യിലോ കാലിലോ നമ്മളുടെ കൈ വെച്ചിട്ട് തൊട്ട് നോക്കുക. അങ്ങനെ തണുപ്പ് പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഷീറ്റ്സ് വേണമെങ്കിൽ ബ്ലാങ്കറ്റ്സ് പോലത്തെ കുട്ടീൻ്റെ മേലെ പുതപ്പിക്കാം, ഉപയോഗിക്കാം. ഇപ്പോൾ വലിയ കുട്ടികളിലേക്ക് എത്തുകയാണെങ്കിലും അവർ കുളിക്കുന്നത്, ഇപ്പോൾ കളീൻ്റെ വേർപ്പിൽ ഇത്രയും വേർപ്പോടുകൂടി വരുന്ന സമയത്ത് ഒരു തണുത്ത വെള്ളത്തിൽ തന്നെ കുളിപ്പിച്ച് ശീലിപ്പിക്കുക. കുളിച്ച് കഴിഞ്ഞാലും വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, കോട്ടൻ്റെ ഡ്രസ്സുകൾ മാത്രം, വളരെ ലൂസായിട്ടുള്ള കോട്ടൻ്റെ ഡ്രസ്സുകൾ മാത്രം ഉപയോഗിക്കുക. മോയ്സ്ചറൈസിങ് ലോഷൻ ഉപയോഗിക്കാം. ഇതുപോലെ തൊലിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ മോയ്സ്ചറൈസിങ് ലോഷൻ ഉപയോഗിച്ച് കൊടുക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്, തൊലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ വേറെ തരത്തിലുള്ള ഇതുപോലെ വേർപ്പ് കുടുങ്ങി വരാൻ സാധ്യതയുള്ള വേറെ ഇൻഫെക്ഷനാണ് ഫംഗൽ ഇൻഫെക്ഷൻസ്. ഫംഗൽ ഇൻഫെക്ഷൻ പ്രത്യേകിച്ച് ഈ കഴുത്തിൻ്റെ ഭാഗത്ത്, അതുപോലെ തുടയിൻ്റെ ഇടയിലൊക്കെ ആയിട്ട്. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടെ കൂടുതലായിട്ട് അത് ഉണ്ടാവും. വീട്ടിൽ സാധാരണ ഉള്ള കുട്ടികൾക്കും വരാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രിവെൻഷൻ ആണെങ്കിലും നമ്മൾ ഇത് തന്നെ, ഇപ്പോൾ ഇളം തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കുക. കുളിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ശരീരം ഒപ്പിയെടുത്ത് ഡ്രൈ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ വേർപ്പൊക്കെ അടങ്ങിയ ഡ്രസ്സുകൾ ഡെയിലി മാറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പ്രത്യേകിച്ച് ഇന്നർ വെയർസ് ഒക്കെ ഡെയിലി മാറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കോമൺ ആയിട്ടുള്ള ടവൽസ് ഷെയർ ചെയ്യാതിരിക്കുക, തോർത്തുകൾ ഷെയർ ചെയ്യാതിരിക്കുക, ഒരാൾ സ്വന്തമായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ കുറേ ഒഴിവാക്കാൻ പറ്റും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആൻറ്റി ഫംഗൽ ക്രീംസ് ഒക്കെ ഉപയോഗിച്ച് കുറച്ച് കാലം ഉപയോഗിക്കേണ്ടി വരും, അതൊന്ന് ക്ലിയർ ആയിട്ട് വരും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. തൊലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറേ ഒക്കെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഈ വെയിലിൽ ഇപ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ കൊള്ളണം, ഏൽക്കണം എന്ന് പറയാറുണ്ട്. അതെ, പക്ഷെ അത് ഈ സമയം തെറ്റിയിട്ടാകുമ്പോഴാണ് ഈ വിഷയം വരുന്നത് തോന്നുന്നു. അതെ, നമ്മളുടെ കുട്ടികളിൽ വൈറ്റമിൻ ഡി ഉണ്ടാവണമെങ്കിൽ ശരിക്കും ആ ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിലാണ് ഏറ്റവും നല്ലത് വൈറ്റമിൻ ഡി ഉണ്ടാവാനായിട്ട്. പക്ഷേ അതിൻ്റെ ഒരു നമ്മൾ ആ ഒരു എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കണം. 2 വശങ്ങളും ഉണ്ട് അല്ലേ. ആ ഒരു സമയത്ത് ഏറ്റവും പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ക്ലൈമറ്റ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്ത് മേ ബി ആ ഒരു ഉച്ച സമയത്ത് പുറത്തേക്ക് പോകുന്നത് കുറച്ചൊന്ന് കുറയ്ക്കാം. അല്ലെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ അവർ തൊപ്പികൾ യൂസ് ചെയ്യാം, അംബ്രല്ല യൂസ് ചെയ്യാം. അപ്പം പുറത്തൊക്കെ നമ്മൾ പോകണം എന്നൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ അംബ്രല്ല കുട പിടിക്കാം കേട്ടോ, തൊപ്പികൾ ക്യാപ്സ് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ആ ഒരു സൂര്യാതാപം അവോയ്ഡ് ചെയ്യാനുള്ള ശ്രമം നടത്താം. നമ്മളിപ്പോൾ ഇങ്ങനെ പുറത്ത് പോകരുത് എന്ന് പറയുമ്പോൾ വെക്കേഷൻ സമയം കൂടെയാണ് അല്ലേ. ഇതിൻ്റെ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ TV-ൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് പോവോ എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ TV അല്ല, അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ TV അല്ല, ഇൻഡോർ ഗെയിംസ് പോലത്തെ കളികൾ, ചെസ്സ് പോലത്തെ കളികൾ. അപ്പോൾ ഇൻഡോർ ഗെയിംസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യുക. പുറത്ത് പോയും കളിക്കട്ടെ, കൂടെ
ആ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്ന രീതിയിൽ. ഈ പൊരിവെയിലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകുന്ന സ്കിൻ ഡിസീസസ് അത് സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കുന്നതാണോ, അതിന് മെഡിസിൻ ഉണ്ടോ? ശരിക്കും സൂര്യതാപം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ, അപ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ അതിന് മെഡിസിൻ കുട്ടികളിലൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ hീറ്റ് റാഷ് അല്ലെങ്കിൽ സ്വെറ്റ് റാഷ് എന്ന് പറയുന്ന സാധനം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ്സും, ഞാൻ പറഞ്ഞ പോലെ റൂം നല്ല കോൾഡായിട്ടുള്ള കൂളായിട്ടുള്ള ടെമ്പറേച്ചറിൽ റൂം മെയിൻറ്റെയിൻ ചെയ്യുക, വളരെ ലൈറ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ തുണികൾ മാത്രം ഇട്ട് കൊടുക്കുക, തണുത്ത വെള്ളത്തിൽ കുളിക്കുക. ഇപ്പം നവജാത ശിശുവൊക്കെ ആണെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ആ റാഷുകൾ ഉണ്ടാവാതെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങൾ, നവജാത ശിശുവിലൊക്കെ ആണെങ്കിൽ കഴുത്ത്, തൊടേൻ്റെ ഇട, അതുപോലത്തെ കൈയിൻ്റെ ഈ ക്രീസസ് എന്ന് നമ്മൾ പറയും, അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ വിട്ടുപോകാം. അവിടെയൊക്കെ തുടച്ചപ്പോഴും ഡ്രൈ ആയി തന്നെ വെക്കണം. പിന്നെ അങ്ങനെ റാഷ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കലാമിൻ ലോഷൻ പോലത്തെ ചെറിയ ചെറിയ ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ അത് വരില്ല. വന്നു കഴിഞ്ഞാൽ കലാമിൻ ലോഷൻ പോലത്തെ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ വലിയ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഈ തൊലി സംബന്ധമായിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വരാതെ നോക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. വന്നു കഴിഞ്ഞാൽ ആൻറ്റി ഫംഗൽ ക്രീംസ് പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന. പിന്നെ വരുന്നത് സൺ ബേൺസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള നമ്മൾ മുതിർന്ന ആൾക്കാരിൽ പലപ്പോഴും സൺസ്ക്രീൻ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യും. കുട്ടികളിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം പലപ്പോഴും മാതാപിതാക്കൾക്ക്. കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ വളരെ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാറില്ല. ഒരു വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലത്തെ സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതും നല്ലതാണ്. പ്രത്യേകിച്ച് ആ ഒരു സമയത്ത്, ഉച്ചയ്ക്ക് ആ ഒരു സമയത്ത് പുറത്ത് പോയി കളിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ പ്രശ്നങ്ങൾ, പല തെറ്റിദ്ധാരണകളുണ്ട് ആളിലേക്ക്, അങ്ങനെയാണോ? ശരിക്കും അതൊരു രണ്ട് തരത്തിൽ നമുക്ക് എടുക്കാം അല്ലേ. സൂര്യ വെളിച്ചം കൊണ്ടാണ് വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. അതിൽ സൂര്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സണ്ണിനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്തിന് എന്നുള്ളൊരു ചോദ്യം വരുന്നതുണ്ട്. പക്ഷേ ആ ഒരു സൺ കാരണം, സൂര്യൻ കാരണം തന്നെ പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള തൊലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വരാറുണ്ട് അല്ലേ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് റെഗുലർലി യൂസ് ചെയ്യണം, ഒരു ടൈം ബേസ് ചെയ്യണം തോന്നുന്നു. ഒരു ദിവസം തന്നെ ഈ സൺസ്ക്രീൻ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യണം, അങ്ങനെയുണ്ടോ? അങ്ങനെ നമ്മളുടെ ഓരോ ആൾക്കാരുടെ ഒരു ഇതനുസരിച്ച്, ശരീരപ്രകൃതി അനുസരിച്ചിരിക്കും അവരെത്രത്തോളം സൂര്യ എക്സ്പോസ്ഡ് ആവും എന്നുള്ളത് തന്നെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ യൂസ് വേണമെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാം അല്ലേ. ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഒരു 8:30 അല്ലെങ്കിൽ 9 മണി മുതൽ ഒരു 4 മണി വരെ കുട്ടികൾ സ്കൂളിൻ്റെ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെയാണ് അല്ലേ. സൺ എക്സ്പോഷറിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനത്തെ ദിവസങ്ങളിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ കുട്ടികളിൽ നമുക്ക് ഈ വേനൽക്കാലത്തുണ്ടാകുന്ന പുറത്തിറങ്ങിയാലുണ്ടാകുന്ന വിഷമങ്ങൾ, അതിൻ്റെ പരിചരണങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഭക്ഷണം ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ വേനൽക്കാലത്ത് അങ്ങനെ ഭക്ഷണത്തിലൂടെ എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത? വേനൽക്കാലം എന്ന് പറയുമ്പോൾ ഈ വെക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെ ധാരാളം യാത്രകൾ പോകുന്നതാണ്, ധാരാളം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതാണ്. വെള്ളം അല്ലേ, മലിനമായിട്ടുള്ള വെള്ളം കുടിക്കുന്ന സമയത്ത് കുട്ടികൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അല്ലേ. പുറത്തുനിന്നൊക്കെ നമ്മൾ പല ജ്യൂസസ് ഒക്കെ വാങ്ങിച്ച് കുടിക്കാം. അപ്പോൾ അങ്ങനെ മലിനമായിട്ടുള്ള വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു ടൈം പീരീഡ്. അപ്പോൾ അതിൻ്റെ പ്രിവെൻഷൻ തന്നെയാണ് നല്ലത്. വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് കഴിവതും വീട്ടിലുള്ള ഭക്ഷണ സാധനം പുറമേ നിന്നുള്ള ഹോട്ടൽ അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം ഭക്ഷണം കഴിക്കുക. വളരെ വഴിയിൽ നിന്നൊക്കെ ഫ്രൂട്ട് ജ്യൂസസ് വാങ്ങി കുടിക്കുക. അപ്പോൾ അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡിൽ കൂടെയുള്ള വിഷബാധ വരാനുള്ള സാധ്യതകൾ കുറയ്ക്കാം. റെഡിമെയ്ഡ് ആയിട്ടുള്ള ജ്യൂസസ് ഒക്കെ കൂടുതൽ ആളുകൾ കഴിക്കുന്നതാണ്, ഓൾറെഡി ബോട്ടിൽ വന്നിട്ടുള്ള. അതെ. അപ്പോൾ അങ്ങനത്തെ ജ്യൂസസ് കഴിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വളരെയധികം ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ജ്യൂസസ് ആണ്. അതും കുടലിന് അല്ലെങ്കിൽ വയറ്റിന് നല്ല സാധനങ്ങളല്ല. അങ്ങനത്തെ ഫുഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ ഹൈഡ്രേറ്റ് ചെയ്യുക. പലപ്പോഴും വൈറൽ ഇൻഫെക്ഷൻസ് തന്നെയാണ്, വൈറൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് കൂടുതലും ഈ ടൈമിൽ ഫുഡ് പോയിസൺ ഒരുപാട് വരുന്നുണ്ട്. അതെ. അപ്പോൾ വൈറൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആണ് കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ എത്ര വയറ്റിൽ നിന്ന് പോകുന്നു അത്രയും വെള്ളമായിട്ട് തന്നെ അങ്ങനത്തെ കുട്ടികളെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. അപ്പോൾ സാധാരണ വെള്ളം കൊടുക്കാം, കഞ്ഞി വെള്ളം കൊടുക്കാം, ഇളനീര് വെള്ളം കൊടുക്കാം, ORS വെള്ളം കൊടുക്കാം, തൈര്, കേട്, മോര് വെള്ളം. ഇപ്പോൾ ഇതുപോലത്തെ വെള്ളങ്ങൾ കുടിപ്പിച്ച് അവരെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം ഇപ്പോൾ എന്തായാലും ലൂസ് മോഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 മുതൽ 5 ദിവസം വരെ എടുക്കാം. അപ്പോൾ ആദ്യ ദിവസങ്ങൾ മുതലേ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ
പരിചരിക്കാവുന്നതാണ്. അപ്പോൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് കെയർ ചെയ്യണം. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങൾ പോലെ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന പോലെ ഭയങ്കര ഇറിറ്റബിൾ, ക്ഷീണം, അതുപോലെ തന്നെ വായൊക്കെ നോക്കുന്ന സമയത്ത് വളരെ വരണ്ടതുപോലെയൊക്കെ കാണുകയാണെങ്കിൽ, കണ്ണൊക്കെ കുഴിഞ്ഞതുപോലെ ആണെങ്കിൽ എമർജൻസി ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയി വേണ്ട ചികിത്സ എടുക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഒരു പ്രായത്തിൻ്റെ കണക്കിൽ കുട്ടികൾക്ക് ഏകദേശം എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഈ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഒരു വിധം കുട്ടിപ്രായം എന്ന് പറയുന്ന ഒരു 10 വയസ്സ് 12 വയസ്സ് വരെയൊക്കെ നമുക്ക് കണക്കിലാക്കാൻ പറ്റും. ഈ പിള്ളേർക്കൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ശാരീരികമായ പ്രകൃതി അനുസരിച്ച് അതിന് മാറ്റം വരുന്നുണ്ടോ ഈ ഒരു കാര്യങ്ങൾ? കുട്ടികൾ സംബന്ധിച്ചിടത്തോളം അവരുടെ അങ്ങനെ പ്രായത്തിൽ വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ വ്യത്യാസങ്ങളൊന്നുമില്ല. എങ്ങനെ വന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ വേണ്ട പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. ചെറിയ കുട്ടികളാകുന്ന സമയത്ത് എത്ര ചെറിയ കുട്ടിയാണോ അത്രയും നമ്മൾ കൂടുതൽ പ്രിക്കോഷൻസ്, മാതാപിതാക്കളാണെങ്കിൽ അത്രയും അധികം കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വലിയ കുട്ടികളാകുന്ന സമയത്ത് പലപ്പോഴും അവരുടെ കാര്യങ്ങൾ അവർ തന്നെ നോക്കും അല്ലേ. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കും. എന്നാലും നമ്മളൊരു വയനാടിൻ്റെ ഒരു കാലാവസ്ഥ പൊതുവേ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പലപ്പോഴും വെള്ളം കുടിക്കാൻ മറന്നു പോകും. നമ്മൾ ചെറുപ്പം മുതലേ ആ ഒരു ശീലമാണ്. വെള്ളം അത് ഓർത്തോർത്ത് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ വെള്ളം കുടിക്കുകയുള്ളൂ അല്ലേ. ഇപ്പോൾ കുറച്ച് പ്രായമുള്ള കുട്ടികളാണെങ്കിലും അത് പറഞ്ഞിട്ടില്ലെങ്കിൽ സ്കൂളിലൊക്കെ നമ്മളൊരു 1 ലിറ്റർ ബോട്ടിലാക്കി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് പകുതി മുക്കാലോളം തിരിച്ച് കൊണ്ടുവരുന്ന ഒരു ടെൻഡൻസിയാണ് പണ്ട് മുതലേ ഉള്ളത് നമ്മുടെ തണുത്ത കാലാവസ്ഥ. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ജീവിത രീതികളും ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. ആ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രായം കുറഞ്ഞ കുട്ടികളെയാണ് കുറച്ചും കൂടെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഏതായാലും നമ്മൾ കുട്ടികളിലെ വേനൽക്കാലങ്ങളിൽ കുട്ടികളിൽ നടത്തേണ്ട പരിചരണങ്ങൾ അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ആനുകാലികമായി വളരെ പ്രസക്തമായൊരു വിഷയമാണ്. സൂര്യതാപം ഏൽക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ വലിയ ചർച്ചകളും അതുപോലെ വാർത്തകളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. പല പ്രതിഭാസങ്ങൾ കാരണം പ്രകൃതിയിൽ ചൂട് മാറി വരുന്നു. അപ്പം വെയിൽ അത്യന്താപേക്ഷിതമാണ്, അനിവാര്യമാണ്. അതുപോലെ തന്നെ വെയിൽ കൊള്ളുന്നത് പ്രശ്നമാകുന്നൊരവസ്ഥയിലേക്ക് കൂടി വരുന്നിടത്ത് നമ്മുടെ ഈ ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. കുട്ടികളിൽ പ്രത്യേകിച്ചും വേനൽക്കാലത്ത് അവരുടെ വെക്കേഷൻ സമയത്ത് ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ വെയിലിൻ്റെ ആഘാതം താങ്ങാൻ കഴിയാത്ത കുട്ടികളിലുണ്ടായ പല അസുഖങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതാണ്. അതുകൊണ്ട് കെയർ ചെയ്യുക മാക്സിമം. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരം എപ്പോഴും വെയിലിനെ അതിജീവിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ കൂടി നമുക്ക് സാധിക്കണമെന്നാണ് ഡോക്ടർ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ മെസ്സേജ് കൂടിയാണ്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത ഡോക്ടർ കോകിൽ വൈദാസ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻ്റാണ്, പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഈ എപ്പിസോഡിൽ പങ്കെടുത്തതിന്, ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന്. നമസ്കാരം. നമ്മൾ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും. എല്ലാവർക്കും നമസ്കാരം.